ജനാധിപത്യം കവർച്ച ചെയ്യപ്പെട്ടിടത്ത് പോരാളികളാകേണ്ടത് ജനങ്ങളാണ്. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വോട്ടുകൊള്ള ആരോപണങ്ങളെ ഒറ്റവാക്യത്തിൽ ഇങ്ങനെ ചുരുക്കാം. ബി.ജെ.പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായ പ്രഹരങ്ങളുമായി 2 തവണയാണ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള ആരോപണം ഉയർത്തി വാർത്താ സമ്മേളനം നടത്തിയത്. 2 തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കണക്കിന് കിട്ടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ പറഞ്ഞതെല്ലാം കണ്ണുമടച്ച് നിഷേധിക്കുകയാണെങ്കിൽ ബി.ജെ.പി തങ്ങളുടെ പതിവ് ശൈലിയിൽ രാഹുലിനെ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും കാലം കഴിക്കുകയാണ്. വസ്തുതാപരമായി ഒരു കാര്യത്തിന് പോലും രാഹുലിന്റെ ഈ ആരോപണങ്ങളിൽ മറുപടി നൽകാൻ ഇവരാരും തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വോട്ടുകൊള്ളയുടെ യഥാർത്ഥ സൂത്രധാരന്മാരെ അറിയാമെന്നും തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ പുറത്തുവിടുന്ന സമയത്തിനായി കാത്തിരിക്കൂ എന്ന രാഹുലിന്റെ വാക്കുകളിൽ വലുതെന്തോ വരാനുള്ളതിന്റെ സൂചനയുണ്ട്. ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ തെളിവുകളുമായി കേട്ടാൽ അതിശയം തോന്നുന്ന ചില കാര്യങ്ങളുമായാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. സ്വാഭാവികമായും 2 ചോദ്യങ്ങൾ രാഹുലിന്റെ ഈ വാർത്താ സമ്മേളനങ്ങൾ കാണുന്നവരിൽ ഉണ്ടാകും. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യമിടുന്ന രാഹുലിന്റെ ലക്ഷ്യങ്ങളിൽ മറ്റാരെങ്കിലും ഉണ്ടോ? 2, ഈ ആരോപണങ്ങൾ അല്ലാതെ അതിന് തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടോ? ആദ്യത്തെ ചോദ്യത്തിന് മറുപടി ഒരു ചിരിയിലൊതുക്കി സസ്പെൻസ് നിലനിർത്തി. രണ്ടാമത്തെ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ജനത എന്ന് ഉത്തരം. അവിടെയാണ് ജനാധിപത്യം കവർച്ച ചെയ്യപ്പെട്ടിടത്ത് പോരാളികളാകേണ്ടത് ജനങ്ങളാണ് എന്ന നരേറ്റീവ് ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുമ്പോഴും സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണ് രാഹുൽ എന്തുകൊണ്ട് നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നില്ല എന്നത്. അതിനുള്ള മറുപടിയാണ് കവർച്ച ചെയ്യപ്പെട്ട ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന രാഹുലിന്റെ വാക്കുകൾ. കോടതി അടക്കം ഭരണഘടനാ സംവിധാനങ്ങൾ ഇടപെടണമെന്നും ആരോപണങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ പറയുന്നത് എല്ലാം ജനങ്ങൾക്ക് വിടുന്നു എന്നാണ്. നിയമ പോരാട്ടം എന്നതിനപ്പുറം ജനങ്ങൾക്കിടയിൽ ആരോപണങ്ങൾ ലൈവായി നിർത്തുക എന്നാണ് ഇവിടെ രാഹുൽ അർത്ഥമാക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കി നിർത്തുന്നതോടെ ആളുകളുടെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരും. അതുവഴി ജനങ്ങൾക്കിടയിൽ ഇക്കാര്യങ്ങളെല്ലാം എപ്പോഴും ചർച്ചയാക്കി നിർത്താനും സാധിക്കും. ഒപ്പം മറ്റൊരു വഴിയിലൂടെ നിയമപരമായി നീങ്ങുകയുമാകാം. അതുതന്നെയാണ് രാഹുലിന്റെ സ്ട്രാറ്റജിക്കൽ തന്ത്രം. വർഷങ്ങളായി നടക്കുന്ന വോട്ടുകൊള്ള എന്ന ദുരാചാരത്തിനെതിരെ ജനകീയ പോരാട്ടത്തിനാണ് താൻ അടിത്തറയിടുന്നത് എന്ന് രാഹുൽ പറയുന്നു. രാഷ്ട്രീയവും ഭരണഘടനയും കവർച്ച ചെയ്യപ്പെടുന്നുവെന്ന ജനത തിരിച്ചറിയുന്ന കാലത്തെ എല്ലാം ശരിയാകൂ എന്ന രാഹുലിന്റെ വാക്കുകൾ ജനങ്ങളിലാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് അടിവരയിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യം വെച്ചുള്ള അടികളെല്ലാം ഭരണ പാർട്ടിയായ ബി.ജെ.പിയിലും അസ്വസ്ഥത നിറയ്ക്കുന്നുണ്ട്. രാഹുൽ തന്റെ ആരോപണങ്ങളിലൂടെ നേരിട്ടാക്രമിക്കുന്നത് കമ്മീഷനെയാണെങ്കിലും അതിൻ്റെയെല്ലാം അനുരണനങ്ങൾ എത്തുന്നത് ബി.ജെ.പിയിലാണ് എന്നതാണ് വസ്തുത. ആരെയാണ് രാഹുൽ ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചു കാണിച്ചുവെങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ ആ ചിരിയുടെ അർത്ഥം പിടികിട്ടും. സ്വാഭാവികമായും ഈ വോട്ട് ചോർച്ച ഗുണം ചെയ്യുന്നത് ബി.ജെ.പിക്കാണ് എന്ന് അറിയാത്തവരല്ലല്ലോ നമ്മളൊന്നും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലാണ് എന്നും അറിയാം. അങ്ങനെ വരുമ്പോൾ വോട്ടുകൊള്ളയുടെ പ്രയോജനം ലഭിക്കുന്നത് ബി.ജെ.പിക്കായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ്. ഇതോടെ തന്റെ ആരോപണങ്ങളെ അവഗണിച്ച് തള്ളാനാകാത്ത വിധം രാഹുൽ ബി.ജെ.പിയെ തന്റെ കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. ശരിക്കും ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അവസ്ഥയാണ് ബി.ജെ.പിക്ക്. പുറത്ത് കടക്കാനും വയ്യ, പ്രതിരോധിച്ച് നിൽക്കാനും വയ്യ. പ്രധാനമന്ത്രിയുടെയും എൻ.ഡി.എ സർക്കാരിന്റെയും ജനാധിപത്യ സാധുതയെയാണ് രാഹുൽ ലക്ഷ്യം വയ്ക്കുന്നത്. ജനാധിപത്യം കവർച്ച ചെയ്യപ്പെട്ടുവെന്നും ജനങ്ങളിലൂടെ മാത്രമേ തിരിച്ചു പിടിക്കാനൊക്കൂവെന്നും രാഹുൽ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളിലൂടെയാണ് ബി.ജെ.പി പല വിജയങ്ങളും സ്വന്തമാക്കുന്നത് എന്ന് തന്നെയാണ്. വോട്ടുകൊള്ള നടന്നുവെന്ന ആരോപണം ബി.ജെ.പിക്കെതിരെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കി കഴിഞ്ഞു. അതിന്റെ തെളിവാണ് വോട്ടർ അധികാര യാത്രയിലെ ജനപങ്കാളിത്തം. ഇത് കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കുമെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭമുഖം തുറക്കാൻ രാഹുലിനും കോൺഗ്രസിനും ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കടന്നാക്രമിച്ചുള്ള രാഹുലിന്റെ വാർത്താ സമ്മേളനം ആർക്കൊക്കെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. ഇത്തരത്തിൽ ആരോപണ ശരങ്ങൾ കൊണ്ട് രാഹുൽ പോരാട്ടത്തിനിറങ്ങിയാൽ അവയെ പ്രതിരോധിക്കാൻ ബി.ജെ.പി നന്നേ വിയർപ്പൊഴുക്കേണ്ടി വരും.
ഇപ്പോഴും രാഹുലിന്റെ ആരോപണങ്ങൾക്ക് വസ്തുതകൾ നിരത്തി മറുപടി നൽകാൻ BJPക്ക് സാധിച്ചിട്ടില്ല. ഒരൽപ്പം വംശീയതയും രാജ്യവിരുദ്ധതയും ചേർത്തുള്ള സ്ഥിരം വാചക കസർത്ത് മാത്രമാണ് BJP നടത്തുന്നത്. ആരോപണത്തിന് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് എന്നും കമ്മീഷനിൽ സത്യവാങ്മൂലം നൽകാതെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നീട് ഓടിയൊളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് എന്നും പറഞ്ഞ് കൈ കഴുകുകയാണ് BJP. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നതിനാണ് രാഹുൽ മുൻഗണന നൽകുന്നത് എന്ന മറിച്ചൊരു ആരോപണമുയർത്തി രാഹുലിന്റെ ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ കൂടി BJP ശ്രമിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളിലൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഒരു BLOയുടെ അമ്മാവന്റെ വോട്ട് അയൽവാസി നീക്കം ചെയ്തുവെന്ന കണ്ടെത്തലിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ ആരോപണങ്ങളുടെയെല്ലാം തുടക്കം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അയൽവാസി ഇത്തരത്തിൽ വോട്ട് നീക്കാൻ ഇടപെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. ഈ സംശയമാണ് വ്യാജ ലോഗിൻ ID ഉപയോഗിച്ച് വ്യാപകമായി വോട്ടുകൾ നീക്കം ചെയ്യുന്നത് എന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത വിധം അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ നിന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കേന്ദ്രീകൃത സംവിധാനമാണ് വോട്ടുകൊള്ള ഫാക്ടറി എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. കൃത്യമായ വേതന വ്യവസ്ഥകളോടെ കോൾ സെന്ററുകൾ മാതൃകയിലായിരിക്കും ഇവയുടെ പ്രവർത്തനമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വോട്ട് നീക്കൽ മാത്രമല്ല, കള്ളവോട്ട് കൂട്ടിച്ചേർക്കലുകളും ഇത്തരത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പഴയ ശക്തി കേന്ദ്രമായ മഹാരാഷ്ട്രയിലെ രജൌര മണ്ഡലത്തിൽ 6850 വോട്ടർമാരെ വ്യാജമായി ഓൺലൈൻ വഴി കൂട്ടിച്ചേർത്തതായാണ് ആരോപണം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള 6 മാസ കാലയളവിൽ രജൌര മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം 55,000 വർദ്ധിച്ചിരുന്നതായും കണ്ടെത്തി. വോട്ട് ചോരി ആരോപണത്തിൽ നിയമവഴിയിൽ നീങ്ങുമോ എന്ന ചോദ്യത്തിന് രാഹുൽ പറഞ്ഞ മറുപടി രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉണ്ട്, അവ ഇടപെടട്ടെ എന്നാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ദൗത്യം താൻ നിറവേറ്റുന്നു, ബാക്കി കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നടത്തട്ടെ എന്നാണ് രാഹുൽ പറയുന്നത്. സത്യം ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ജനം വേണ്ടത് ചെയ്യുമെന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 രാഹുൽ ഗാന്ധി പറഞ്ഞത് ആദ്യത്തെ വോട്ട് ചോരി ആരോപണം ആറ്റം ബോംബായിരുന്നുവെങ്കിൽ ഇനി വരാനുള്ളത് ഹൈഡ്രജൻ ബോംബാണെന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ രാഹുൽ പറഞ്ഞത് ഇത് ഹൈഡ്രജൻ ബോംബല്ലെന്നും ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുമായിരുന്നു. അതായത് ടീസർ കഴിഞ്ഞതേയുള്ളൂ, പിക്ചർ അബി ബാക്കി ഹേ ബായ്.